2 വർഷത്തെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം ആരാധകർ തല എന്ന വിശേഷണത്തോടെ ആരാധിക്കുന്ന അഭിനേതാവ് അജിത് മകിഴ് തിരുമേനി സംവിധാനം ചെയ്ത വിടാമുയർച്ചി എന്ന ഹോളിവുഡ് ശൈലിയിലുള്ള ത്രില്ലർ ചിത്രത്തിലൂടെ തിരിച്ചെത്തുകയാണ്. സാധാരണഗതിയിലുള്ള തമിഴ് ആക്ഷൻ ഫിലിം ത്രില്ലേഴ്സിൽ നിന്നും വ്യത്യസ്തമായ കഥാശൈലിയും അജിത് എന്ന വ്യക്തിത്വത്തിൽ നിന്നും ക്യാരക്ടറിലോട്ടുള്ള നടന്റെ പരിണാമവും അദ്ദേഹം തന്റെ ഫിലിമിനോട് കാണിക്കുന്ന ഡെഡിക്കേഷനാണെന്ന് ചൂണ്ടിക്കാണിക്കുന്നു. ഇതൊരു ഹോളിവുഡ് സ്റ്റൈൽ ത്രില്ലർ കൂടിയാണെന്ന് പറയാം. അജിത്തിന്റെ 2 കൊല്ലത്തിന് ശേഷം തിയേറ്ററിൽ എത്തുന്ന ചിത്രമായതിനാൽ തന്നെ തല ഫാൻസ് തിയേറ്ററിൽ വൻ ആഘോഷമാക്കുകയാണ്. മകിഴ് തിരുമേനി ഒരുക്കിയ ചിത്രം ഓരോ രംഗങ്ങളും ആവേശം ജനിപ്പിക്കുന്നതാണ്. അതേസമയം പതിവ് തമിഴ് സിനിമ ഫോർമാറ്റിനെ തീർത്തും പൊളിച്ചടുക്കി ഒരുക്കിയ ചിത്രമാണ് വിടാമുയർച്ചി എന്ന് പറയാം. എന്തായാലും അജിത് ആരാധകർക്ക് ഒരു വൻ സർപ്രൈസ് കൂടിയാണ് തിയേറ്ററിൽ വിടാമുയർച്ചി ഒരുക്കിയിരിക്കുന്നത്. കഥയുടെ പൊരുൾ ഇങ്ങനെയാണ് തുടങ്ങുന്നത്. വിവാഹമോചന തീരുമാനത്തിലാണ് അർജുനും ഭാര്യ കായലും. 12 കൊല്ലത്തെ ദാമ്പത്യത്തിൽ പ്രണയം നഷ്ടപ്പെട്ടപ്പോൾ അവർ പരസ്പരം 2 വഴിക്ക് പിരിയാൻ തീരുമാനിക്കുന്നു. അവസാനം കായലിന്റെ ആവശ്യപ്രകാരം അവളുടെ വീട്ടിൽ കൊണ്ടുവിടാൻ അർജുൻ തീരുമാനിക്കുന്നു. അതിനായി അവർ 9 മണിക്കൂർ ദൈർഘ്യം വരുന്ന ഒരു റോഡ് യാത്രയിലാണ്. അവിടെയാണ് കഥ പുരോഗമിക്കുന്നത്. ഈ 9 മണിക്കൂർ നീണ്ട യാത്രയിൽ അവരെ കാത്തിരിക്കുന്ന അപ്രതീക്ഷിത സംഭവങ്ങളുടെ ആലേഖനമാണ് വിടാമുയർച്ചി. തന്റെ ചിത്രങ്ങളിൽ പ്രേക്ഷകരെ ഞെട്ടിക്കുന്നതും കൂടുതൽ ക്യൂരിയോസിറ്റി ജനിപ്പിക്കുന്നതുമായ ട്വിസ്റ്റുകൾ ഒരുക്കി ചിത്രത്തെ കൂടുതൽ എൻഗേജിംഗ് ആക്കുന്ന രീതിയാണ് സംവിധായകൻ മകിഴ് തിരുമേനി വിടാമുയർച്ചിയിലും ഫോളോ ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇവിടെ അജിത് കുമാർ എന്ന നടന്റെ കാസ്റ്റിംഗ് തന്നെയാണ് ഈ ഫിലിമിന്റെ ഹൈലൈറ്റ്. സോങ്സ്, ഫൈറ്റ്സ്, ഇമോഷൻ എല്ലാം ശരിയായ രീതിയിൽ മിക്സ് ചെയ്തുണ്ടാക്കുന്ന ഒരു കോളിവുഡ് കൊമേഴ്ഷ്യൽ ഫോർമുലയാണ് ഇവിടെ അപ്ലൈ ചെയ്തിട്ടുള്ളത്. അസർബൈജാൻ മരുഭൂമി പോലെ തോന്നുന്ന പ്രദേശത്താണ് ഈ ചിത്രം ഷൂട്ട് ചെയ്തിരിക്കുന്നത്. കായൽ അർജുൻ ബന്ധത്തിന്റെ ആഴവും പരപ്പും പ്രേക്ഷകരിലേക്ക് ആഴത്തിൽ ഫീൽ ചെയ്യിക്കാൻ വേണ്ടിയാണ് ഈ ലൊക്കേഷൻ ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് വേണം പറയാൻ. ഫസ്റ്റ് ഹാഫ് തന്നെ ട്വിസ്റ്റുകളായി മുന്നേറുന്ന ചിത്രത്തിൽ ഒരു ഘട്ടത്തിൽ പോലും അജിത് എതിരാളിക്കെതിരെ കൈ ഉയർത്തുക പോലും ചെയ്യുന്നില്ല എന്നതും ഇതിലെ ഹൈലൈറ്റ് ആണ്. ഒപ്പം തന്നെ സംഘർഷഭരിതമായ കഥാപരിസരത്തിനപ്പുറം പഴയ പ്രണയ രംഗങ്ങളിലെ പോലെ തന്നെ അജിത് എന്ന വ്യക്തിയിലെ പ്രണയം അദ്ദേഹം തന്റേതായ മാനറിസം കൊടുത്ത് അഭിനയിച്ച് തകർത്തു എന്ന് വേണം പറയാൻ. ആക്ഷൻ സ്റ്റാർ അർജുൻ വിടാമുയർച്ചിയിൽ പ്രധാന റോളിൽ എത്തുന്നുണ്ട്. ഒപ്പം റെജിന കസാൻഡ്രയും മികച്ച റോളിലുണ്ട്. മങ്കാത്തയ്ക്ക് ശേഷം അജിത്, തൃഷ, അർജുൻ എന്നീ കൂട്ടുകെട്ട് വീണ്ടും ഒരുമിക്കുന്ന ഒരു ചിത്രം കൂടിയാണിത്. ആ കാസ്റ്റിംഗ് പെർഫെക്റ്റ് തന്നെയാണെന്ന് പറയാം. ഫിലിം നല്ലതെന്ന് പറയുമ്പോഴും എവിടെയൊക്കെയോ ചെറിയ പൊരുത്തക്കേടുകൾ ഉണ്ടോ എന്ന സംശയവും നമ്മിൽ ഉളവാക്കുന്നുണ്ട്. ടെക്നിക്കലായി അതിഗംഭീരമായി ഒരുക്കിയിരിക്കുന്ന ചിത്രമാണ് വിടാമുയർച്ചി. ക്ലൈമാക്സ് ഫൈറ്റിനോടനുബന്ധിച്ച് വിടാമുയർച്ചിയിലെ സോങ് സീൻ ഈ ചിത്രത്തിന്റെ ഗ്രാഫ് നല്ല രീതിയിൽ ഉയർത്തി എന്ന് വേണം പറയാൻ. അസർബൈജാൻ പോലെ ശരിക്കും നിഗൂഢവും ത്രില്ലും ആകാംക്ഷയും ഒരുപോലെ നിലനിൽക്കുന്ന മരുഭൂമിയിലെ വന്യതയും വശ്യതയും എല്ലാം മനോഹരമായി തന്നെ ഓം പ്രകാശിന്റെ ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുത്തിട്ടുണ്ട് എന്ന് വേണം പറയാൻ. ഈ ഫിലിം ഉത്സവ സീസൺ മിസ് ചെയ്ത് തിയേറ്ററിലെത്തിയ ചിത്രമാണ് വിടാമുയർച്ചി എന്ന് പറയുമ്പോഴും പടം ഇറങ്ങുന്ന ദിനം അന്നാണ് ഉത്സവം എന്നാണ് അജിത് ഇതിനെക്കുറിച്ച് പറഞ്ഞത്. എന്നാൽ പതിവ് ആക്ഷൻ ഫിലിംസ് മാറ്റി ഇത്തരമൊരു ഫിലിമിലേക്കുള്ള തലയുടെ കാസ്റ്റിംഗ്, ലൊക്കേഷൻ, കോ ആക്ടേഴ്സ്, സ്റ്റോറി ലൈൻ, സോങ്സ് ഇവയെല്ലാം ഇൻഡസ്ട്രിയിൽ ഉണ്ടാക്കാൻ പോകുന്ന ചലനങ്ങൾക്കായി കാത്തിരുന്നു കാണാം.